ഉത്തർപ്രദേശിലെ വാരണാസി നഗരത്തിലുള്ള 50ഓളം പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റാൻ നിർദ്ദേശവുമായി സംസ്കൃത പണ്ഡിതൻ. മുസ്ലിം പേരുകൾ ഉൾപ്പെടെ മാറ്റണമെന്നാണ് പ്രാദേശിക സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബിന്റെ നാമത്തിലുള്ള സ്ഥലപ്പേര് മാറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം. അതിനു പകരം ഈ പ്രദേശങ്ങൾക്ക് ഹിന്ദു ദേവീദേവന്മാരുടെയും ഹിന്ദു ദൈവിക ബിംബങ്ങളുമായി ബന്ധപ്പെട്ട നാമങ്ങളിടാനും ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ നീക്കത്തെ വിവിധ ഹിന്ദു സംഘടനകൾ പിന്തുണച്ചതോടെ വിവാദത്തിനും തിരികൊളുത്തി കഴിഞ്ഞു. വാരണാസി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ വരുന്നത്. മുഗൾ ഭരണാധികാരികളുടെ കാലം മുതൽ നിലവിലുള്ള മുസ്ലിം പേരുകൾ മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്കൃത പണ്ഡിതൻ വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷന് അയച്ചു. മുനിസിപ്പൽ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പേരുമാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുന്നത്. ഔറംഗാബാദ് എന്ന സ്ഥലത്തിന്റെ പേര് നാരായൺ ധാം എന്നാക്കി മാറ്റാനാണ് നിർദ്ദേശമുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മദൻപുര, ഖാലിസ്പൂർ, കസാഖ്പുര എന്നിവയാണ് പേരുമാറ്റം നിർദ്ദേശിക്കപ്പെട്ട മറ്റു പ്രധാന സ്ഥലങ്ങൾ. ഖാലിസ്പൂരിനെ ബ്രഹ്മ തീർത്ത് എന്നും കസാഖ്പുരയെ അനാരക് തീർത്ത് എന്നും മദൻപുരയെ പുഷ്പദേശ്വർ എന്നും പുനർനാമകരണം ചെയ്യണം. സംസ്കൃത ഭാഷ, സനാതന ധർമ്മം, വേദസാഹിത്യം എന്നിവ പഠിപ്പിക്കുന്ന വാരണാസിയിലെ സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതരാണ് ഈ പേരുകൾ നിർദ്ദേശിച്ചത്. മുസ്ലിം ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട പേരുകൾ തിരുത്തി ഹിന്ദു ദേവീദേവന്മാരുടെയും മഹത് വ്യക്തികളുടെയും പേരുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നേരത്തെയും രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാരണാസി മേയർക്ക് മെമ്മോറാണ്ടവും സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ പേരുകൾ മാറ്റുന്നതിന് ചരിത്രപരമായ തെളിവുകൾ ഹാജരാക്കാൻ കാശിയിലെ പണ്ഡിതന്മാരോട് മേയർ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വാരണാസിയിലെ ഈ പ്രദേശങ്ങളുടെ പേര് മാറ്റാനുള്ള നിർദ്ദേശത്തെ ഹിന്ദു സംഘടനകൾ സ്വാഗതം ചെയ്തു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള BJPയുടെ തന്ത്രമാണിതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. BJP സർക്കാർ തങ്ങളുടെ ആദ്യ ഭരണകാലത്ത് സംസ്ഥാനത്തെ ചില ജില്ലകളുടെ പേരുകൾ മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദു കുടുംബങ്ങൾ ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ലെന്നും എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നുമുള്ള വിവാദവാദവുമായി യോഗി എത്തിയതും ഈ അവസരത്തിൽ ശ്രദ്ധേയമാവുകയാണ്. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്. 2017 മുൻപ് UPയിൽ കലാപങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു കടകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിം കടകളും കത്തുമായിരുന്നു. ഹിന്ദുവിന്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിം വീടുകളും കത്തുമായിരുന്നു. 2017 ശേഷം കലാപങ്ങൾ നിലച്ചു എന്നായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഹിന്ദുക്കളുടെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ പള്ളികൾ നിർമ്മിച്ചതെന്നും ഇത് മുസ്ലിങ്ങളുടെ തത്വങ്ങൾക്ക് എതിരാണെന്നും യോഗി പറയുകയുണ്ടായി. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്നുവരുന്ന ക്ഷേത്രം പള്ളി തർക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അഭിമുഖത്തിൽ യോഗി ആദിത്യനാഥ് മറുപടി നൽകിയിരുന്നു.